ഷാഫി ചാലിയം, ഇപ്പൊ മഞ്ചേശ്വരം ഞാൻ ചോദിച്ചു, മങ്കടയും ഒരു പ്രശ്നമാണല്ലോ. മങ്കടയിൽ എന്താണ് മുസ്ലിം ലീഗിന്റെ ആരോപണം? അത് കുന്നത്ത് മുഹമ്മദിന്റെ ലെഗസിയാണോ മുസ്ലിം ലീഗിനെ ബുദ്ധിമുട്ടിക്കുന്നത്? മങ്കടയിൽ മുസ്ലിം ലീഗിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ മങ്കടയിൽ SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും സ്ഥാനാർത്ഥി റോഡ് ഷോ അടക്കമുള്ളതൊക്കെ നടത്തിയതാണ്. ഒക്കെ നടത്തി സ്ഥാനാർത്ഥി എന്ത് ചെയ്തു? ഈ പറയുന്ന ഈ മുഹമ്മദ് പിന്തുണ കൊടുത്ത് സ്ഥാനാർത്ഥി പിൻവലിച്ചു. അതാണ് അവിടെ. അതായത് SDPIയും CPM തമ്മിൽ CPMനോട് ഭരണകൂടത്തിനോട് നേരത്തെ ഉണ്ടായിരുന്ന സമീപനമല്ല SDPIക്ക് ഇപ്പോൾ ഉള്ളത്. അത് SDPIൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് തന്നെ എന്നൊരു ടെലിവിഷനിൽ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ അത് പറഞ്ഞല്ലോ നിങ്ങളോട്, മനസ്സിലായല്ലോ. അപ്പോൾ പിന്നെ അത് ഫിനാൻഷ്യൽ ഡീലാണോ എന്താണ് ആ ഡീൽ എന്ന് അറിയില്ല. പണ്ട് BJP ഒരു ഉവൈസി പരീക്ഷണം നടത്താറുണ്ട്. മഹാരാഷ്ട്രയിലും ബീഹാറിലൊക്കെ പോയിട്ട് കുറേ സ്ഥാനാർത്ഥികൾ നിർത്തും, എന്നിട്ട് മുസ്ലിം വോട്ടിനൊക്കെ ഭിന്നിപ്പിക്കും. അതുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ നിന്ന് പോലും BJP വിജയിച്ചു വരുന്നു. കാരണം വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണ്. അത്തരത്തിലുള്ള ഒരു ഉവൈസി മോഡൽ പരീക്ഷണം SDPI വെച്ച് ഭരണകൂടം നടത്തുന്നു, CPM നടത്തുന്നു. അതുമാത്രമല്ല, SDPIൻ്റെ ഒരു സ്റ്റേറ്റ് സെക്രട്ടറി മിസ്റ്റർ തുളസീധരൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരിക്കുക. ആ സെക്രട്ടറി പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി. ഒരു ഭാഗത്ത് സംഘപരിവാറുമായും മറുഭാഗത്ത് SDPയുമായും പിണറായി വിജയൻ CPM എന്തുണ്ടാക്കിയിട്ടുണ്ട്? ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. ഇത് പറയുന്നത് അവരാണ്. പിന്നെ വസീഫിനോട് ആര്യ ചോദിച്ച ചോദ്യവും വസീഫിൻ്റെ പാർട്ടിയോടും മുഖ്യമന്ത്രിയോടും ഞങ്ങൾക്കുള്ള അഭിപ്രായം ഞാനും പറഞ്ഞു. ആര്യൊരു ചോദ്യമായിട്ട് ചോദിച്ചു, അതിൻ്റെ ഉത്തരം വസീഫ് പറയുന്നേ ഇല്ല. വസീഫ് ഇങ്ങോട്ട് പറഞ്ഞത് പണ്ട് ആര്യാടൻ മുഹമ്മദ് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ പിന്നെ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ലേ? ആ ആര്യാടൻ 1967-68 കാലത്തിൽ പറഞ്ഞ ആ കാര്യം ഇതുമായി എങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും? അന്ന് ആര്യാടൻ ഇത് പറഞ്ഞ് ജാഥ നടത്തുമ്പോൾ ആര്യാടനോട് ഒപ്പം ഒരു വ്യക്തിയുണ്ട്, ഇതേ മുദ്രാവാക്യം വിളിച്ചേ. വസീഫിനറിയോ? TK ഹംസ എന്ന ആളെ പേര്. അയാളിപ്പോൾ എവിടെ ഉള്ളവരെങ്കിൽ നിങ്ങളെ പാർട്ടിക്കുള്ളിലാണ്. അപ്പോൾ ഇത് പറഞ്ഞ് ആര്യാടൻ്റെ വിഷയം എടുത്തിടുമ്പം TK ഹംസയുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? അത് നിങ്ങളുമുണ്ടോ? അത് ഇതേ മുദ്രാവാക്യം വിളിച്ച ആളല്ലേ? വസീഫെ, എന്നെയും നിങ്ങളെയും ഒക്കെ കേൾക്കുന്ന ഒരു പൊതുസമൂഹം ഇവിടെയുണ്ട്. ആ സമൂഹത്തിനോട് ഞാൻ കൃത്യമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ആ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിക്കൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൺസ് അപ്പോൺ എ ടൈം ദെർ വാസ് എ കിങ് എന്ന് പറഞ്ഞ പോലെ പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു. പണ്ട് നിങ്ങൾ പറഞ്ഞോ ഇല്ലേ എന്നുള്ളതല്ല, ഇപ്പം എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല എന്നാണ് ജനങ്ങളെ പ്രശ്നം. അതിന് 15 കൊല്ലം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണോ പറയാൽ? ഞാനോട് ചോദിച്ചല്ലോ. സർക്കാരിന് കൃത്യമായി ഈ സമുദായ ധ്രുവീകരണം ഈ സ്റ്റേറ്റിന് നല്ലതല്ല. നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും, സഹവർത്തിത്വത്തെ ബാധിക്കും, നമ്മളെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബാധിക്കും. അത്രയും അപകടം സാധനം ഈ മതം വെച്ചുള്ള കളി. ഇത്ര പച്ചക്ക് ഒരു സമുദായത്തെക്കുറിച്ച് ഇന്ന് വരെ കേരളം കേട്ടുകേൾവിയില്ലാത്ത വിധം ഒരു കാര്യം പറയുക. ഒരു പ്രധാന മതസംഘടന എന്താണ് സർക്കാരിനോട് വളരെ എന്ത് ചെയ്യണം? റിക്വസ്റ്റ് ചെയ്യണം, ഹംബിളി റിക്വസ്റ്റ് ചെയ്യണം. ഇയാളിതാ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദയവ് ചെയ്തൊരു ധവളപത്രം അതിനെ കണക്കൊന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ആ പിന്നെ വസീഫെ ആ കണക്ക് പുറത്തു വിടാതെ പിടിച്ചു വച്ചിരിക്കുന്നത്? ആ കാന്തപുരം വിഭാഗം സംഘടന ആവശ്യപ്പെട്ട ആ ധവളപത്രം, ആ കണക്ക് അതുകൊണ്ട് പുറത്തു വിട്ടുടേക്ക്. എന്താ കൊണ്ട് സംഭവിക്കുക? ഈ ഒരു സമുദായം എന്തോ തട്ടിക്കൊണ്ടുപോയി ഇന്ന് ഒരു ജനറേഷൻ ഇതര സമുദായങ്ങളിൽപ്പെട്ട ചെറുപ്പക്കാരൊക്കെ കണ്ട് കരുതിപ്പോയാൽ അവരൊക്കെ എന്തായി മാറും? കഠിന മുസ്ലിം വിരോധികളായി മാറും. ഈ കഠിനമായ മുസ്ലിം വിരോധമാണ് ഈ നാട്ടിൽ ഉണ്ടായ സർവ്വ കുഴപ്പത്തിൻ്റെയും പിന്നിലുള്ളത്. നമ്മുടെ സ്റ്റേറ്റ് അങ്ങനെ ഒന്നും ആവില്ലെന്ന് നമ്മളൊക്കെ കുറേ കാലം അഹങ്കരിച്ച് നടന്നു. പക്ഷേ ഇവിടെ ഉള്ളത് വിദ്യാഭ്യാസമുള്ള മനുഷ്യന്മാരുടെ തലയിൽ വർഗീയത കയറിയാൽ ഇറങ്ങിപ്പോവില്ല. അത് അങ്ങനെ ഒരു അപകടം ഉണ്ട് ഇതിൽ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്കോട് പറയാനുള്ളത് ഈ ഡിവൈഎഫ്ഐ എന്ന സംഘടന, അത് ഞാനും ആധികാരികമായി തന്നെ പറയും, ഡിവൈഎഫ്ഐ എന്ന സംഘടന, അതിലെ നേതാക്കൾ, ചെറുപ്പക്കാർ, അവർ കൃത്യമായി വെള്ളാപ്പള്ളിയുടെ വിഷയത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. വെള്ളാപ്പള്ളിയുടെ ആ വിഷയത്തിൽ, ആ പരാമർശത്തിൽ ഡിവൈഎഫ്ഐ എന്ന സംഘടന നിലപാടെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പൊതു സമൂഹത്തിലുള്ള കാര്യമാണ്, പൊതുബോധ്യത്തിലുള്ള കാര്യമാണ്. ഞാൻ ഒരു മിനിറ്റ് ഇല്ല പറഞ്ഞത് ഡിവൈഎഫ് എന്ന സംഘടന
CPM-മായി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ. അത് ഈ നാട്ടുകാരെ മുഴുവൻ കാണിച്ചത് നിങ്ങളെ ചാനലുമാണ്. എന്നിട്ട് ആര്യ അതെടുത്ത് എന്നോട് ചോദിക്കാം എന്ത് ആവശ്യമുള്ളത്, ഏത് DYFI ഇதை വെച്ച് അത് ഞങ്ങളായിട്ട് ഒരു ബന്ധമില്ല, അതൊരു സ്വതന്ത്ര സംഘടന എന്നാണ് ആര് പറഞ്ഞത്? ഗോവിന്ദ മാഷ് പറഞ്ഞത്. അവളുടെ DYFI പറഞ്ഞത് CPIM-ന്റെ അക്കൗണ്ടിൽ ഇടരുത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോഴും വസീഫിനോട് നേർക്ക് നേർ ചോദ്യമാണ്. ആ കാന്തപുരി വിഭാഗം ആവശ്യപ്പെട്ട പ്രകാരം ഈ കണക്കൊന്ന് പുറത്തു വിട്ടാൽ അത് എത്ര ആശ്വാസകരമായിരുന്നു നമ്മുടെ നാട്ടിൽ. എന്തോ മുസ്ലിം സമുദായം അവിഹിതമായി അടിച്ചു കൊണ്ടുപോയി എന്ന് ഇത്രയും കാലം ഈ സംഘികൾ പറഞ്ഞിട്ട് ജനം ആരും വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ വെള്ളാപ്പള്ളി പറയുകയും ഗവൺമെന്റ് അതിന്റെ കണക്കുകൾ ഒന്നും പറയാതെ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. വസീഫിനോട് ഞാൻ ചോദിക്കുകയാണ്. ഉത്തരം കേൾക്കാൻ ഒരുപാട് ആളുകൾക്ക് CPM-ന്റെ അകത്തുള്ള ആളുകൾക്കും അഭിപ്രായമുണ്ട്.